ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഊർജിതമായാണ് തൃത്താല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകി. പര്യടനത്തിലുടനീളം വൻ ജനപങ്കാളിത്തത്തോടെയുള്ള സ്വീകരണമാണ് തൃത്താല UDF സ്ഥാനാർത്ഥി VT ബൽറാമിന് ലഭിക്കുന്നത്. വിവിധ വാർഡുകളിലും ജംഗ്ഷനുകളിലും എത്തിയ സ്ഥാനാർത്ഥിയെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. മികച്ച ഭരണവും തൃത്താലയുടെ സമഗ്ര പുരോഗതിയും ലക്ഷ്യമിട്ടാണ് UDF ജനങ്ങളെ സമീപിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പര്യടന പരിപാടിയിൽ UDFന്റെ പ്രമുഖ പ്രാദേശിക നേതാക്കളും സംഘടനാ ഭാരവാഹികളും നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായി. കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടായതല്ലേ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടായത്. ഇപ്രാവശ്യം കേരളം മാറുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ ഒരു സർക്കാർ ഉണ്ടാവുകയാണ്. അതിനൊപ്പം തൃത്താല കൂടി വിജയിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ പഞ്ചായത്ത് നമ്മൾ ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ മെമ്പർ ഉണ്ടായി, MP ഉണ്ട്. നിങ്ങൾ എനിക്ക് കൂടി അവസരം നൽകുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2011 ഇങ്ങനെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള അവസരം നൽകിയപ്പോഴാണ് തൃത്താലയിൽ ആദ്യമായിട്ട് BMNBC ചെയ്ത റോഡുകൾ വന്നത് അല്ലെ. ഈ കപ്പൂർ പഞ്ചായത്തിന് ഒരു കുടിവെള്ള പദ്ധതി വന്നത് എപ്പോഴാണ്? കപ്പൂർ, ആനക്കര, പട്ടിത്തറ 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് നമുക്കത് കൊണ്ടുവരാൻ പറ്റിയത്. ഈ 5 വർഷത്തിനകത്ത് അതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഒരു പുതിയ കുടിവെള്ള പദ്ധതി ഈ നിയോജകമണ്ഡലത്തിൽ വന്നോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാലത്താണ് നമ്മൾ പട്ടാമ്പി താലൂക്ക് രൂപീകരിച്ചത് അല്ലേ. ആ കാലത്താണ് നമ്മൾ ഒന്നല്ല Time Kids Preschool, Mannannur Road, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.